ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുള്ള ലോ ആൽക്കോളിക് ബിവറേജ് എന്ന് പറഞ്ഞാൽ ഹോർട്ടി വൈൻസുമായിട്ടോ ഹോർട്ടി ലിക്കറുമായിട്ടോ ബന്ധമില്ല. അത് ഇവർ കൊണ്ടുവന്ന കൃത്യമായ 0.5 to 20% എന്ന് പറയുന്ന മറ്റൊരു ഇതാണ്. അത് മായി ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് അവരല്ലേ. ഈ ബജറ്റിലെ ഈ ഒരു നികുതി ഇളവ് എന്നുള്ളത് അങ്ങ് അറിഞ്ഞിരുന്നു? അങ്ങനെ ബജറ്റിൽ നികുതി ഇളവ് എന്നുള്ള അങ്ങ് അറിഞ്ഞിരുന്നു മിനിസ്റ്റർ? ബജറ്റിലെ കാര്യങ്ങൾ, അതായത് നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധനകാര്യ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ധനകാര്യ വകുപ്പിൽ ഏർപ്പെടുത്തുന്ന നികുതി നിർദ്ദേശങ്ങളെക്കുറിച്ച് മറ്റ് വകുപ്പുകളെ അറിയിക്കേണ്ട കാര്യമില്ല. ബജറ്റ് സീക്രസിയുടെ ഭാഗ്യമാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വിൽപ്പന നടത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിന് അത് നയപരമായ തീരുമാനമെടുക്കുന്നത് തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിന് നിർണായകമായ റോളുണ്ട്. കാരണം കേരളത്തിൽ ഒരു മദ്യം വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ മദ്യത്തിന് സെയിൽ ടാക്സ് ഒക്കെ ഏർപ്പെടുത്തിയാൽ പോലും ഇവിടെ ബ്രാൻഡ് രജിസ്ട്രേഷൻ നടക്കണം. കേരള ബ്രാൻഡ് രജിസ്ട്രേഷൻ റൂൾസ് പ്രകാരം ഒരു ബ്രാൻഡ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അതോറിറ്റി എന്നത് എക്സൈസ് കമ്മീഷണറാണ്. ആ കമ്മീഷണർക്ക് മുമ്പ് അപേക്ഷ വന്ന് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് പെർമിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ മദ്യവിൽപ്പന അനുവദിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്റെ റോള് വരുന്നത് തീർച്ചയായും അവിടെ മാത്രമാണ്. നികുതി ഏർപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത് ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിലാണ്. പക്ഷെ എന്താണെങ്കിലും മദ്യം കേരളത്തിൽ ലോ ആൽക്കോളിക് ബിവറേജസ് വിൽക്കണോ വേണ്ടയോ എന്ന തീരുമാനം ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലും UDF-ലും ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് ഇന്നലെ സംസ്ഥാനത്ത് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സൈസ് വകുപ്പിന്റെ റോള് വരുന്നത് പെർമിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. നയം രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വളരെ കുറച്ച് ദിവസം മാത്രമേ സർക്കാർ രൂപീകരിച്ചിട്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ബെക്കാഡിയുടെ ഒരു ആവശ്യപ്രകാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കത്തടക്കം പുറത്തു വന്നിരുന്നു. മുൻ സർക്കാരുകളുടെ കാലത്തെ നൽകിയ ഒരു കത്ത് ഇത്രയും കാലം അത് വലിയ ചലനമില്ലാതിരുന്നിട്ട് ഒരു സർക്കാർ രൂപീകരിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിന്റെ തുടർ നടപടികൾ ദ്രുതഗതിയിൽ നടക്കുന്നതിലാണ് ഈ പ്രതിപക്ഷം വലിയൊരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. ഈ സംസ്ഥാനത്ത് റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിക്കണ്ടേ? ഇപ്പൊ സർക്കാർ വന്നിട്ട് 1 മാസം ആയുള്ളൂ. അതുകൊണ്ട് ഇനി 6 മാസം കഴിഞ്ഞ് ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റുമോ? സംസ്ഥാന ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സർക്കാരിലേക്കുള്ള റെവന്യൂ റെസിപ്റ്റ്സ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ വരും. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത്തരത്തിൽ വിൽക്കാൻ ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുന്ന സെയിൽ ടാക്സിനെ കുറിച്ചുള്ള നിർദ്ദേശമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ പിന്നെ അപ്പുറത്തുണ്ടോ? പിന്നെ ഈ ബെക്കാഡി ഉൾപ്പെടെ ആളുകളെല്ലാം കൊണ്ടുവന്നത് ഈ സെക്ഷൻ 3(1) എന്ന് പറയുന്ന അബ്കാരി റൂൾസിനെ അമെന്റ് ചെയ്ത് 3(1) വന്നില്ലെങ്കിൽ ഈ ബെക്കാഡിക്കോ മറ്റ് ലോ ആൽക്കോളിക് ബിവറേജിനോട് സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊരു കാര്യങ്ങളോട് പറഞ്ഞുതരാം. ഇവിടെ ഇതുണ്ട്, നിലവിൽ ബെക്കാഡി വിൽപ്പന ഉണ്ട്. അത് ആർമി ക്യാന്റീനുകളിൽ നിലവിൽ ഈ ഗവൺമെന്റ് തന്നെ അതിന് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. LDF ഗവൺമെന്റ് ഇരുന്ന സമയത്ത് തന്നെ അവർ ആദ്യം പെർമിഷൻ കൊടുത്തത്, ടെസ്റ്റ് ഡോസ് ഇട്ടത് കേരളത്തിലെ ആർമി ക്യാന്റീനുകൾ, CRPF-ന്റെ പാരാമിലിറ്ററി നമ്മുടെ ക്യാമ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ കാര്യമുണ്ട്. പറഞ്ഞാൽ അന്നത്തെ എക്സൈസ് കമ്മീഷണർ മുമ്പാകെ ബ്രാൻഡ് കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ടാക്സ് കുറച്ച്, അവിടെ കൊടുക്കുമ്പോൾ ടാക്സ് കുറവാണല്ലോ, അതുകൊണ്ട് ഇവിടെ വിൽപ്പന നടത്തി തുടങ്ങിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഈ അബ്കാരി റൂൾസ് അമെന്റ് ചെയ്ത് ഇവിടെ ലോ ആൽക്കോളിക് ബിവറേജ് കൊണ്ടുവന്ന LDF, അതിനുശേഷം ഇവിടുത്തെ ആർമി ക്യാന്റീനുകൾ അത് വിതരണം ചെയ്യാൻ ആവശ്യമായ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് LDF സർക്കാർ. UDF എന്ത് ചെയ്തു? എക്സൈസ് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങനെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ അങ്ങയുടെ തീരുമാനം എന്തായിരിക്കും? അത് വരുമ്പോഴെന്നുള്ള കാര്യങ്ങൾ UDF-നൊരു നയമുണ്ട്. എനിക്ക് വ്യക്തിപരമായ നയമില്ല. വ്യക്തിപരമായ എന്റെ അഭിപ്രായ പ്രസംഗത്തിലല്ല പ്രസക്തി. കേരളത്തിലെ മദ്യനയം ആൽക്കോളിക് ബിവറേജ് വേണോ, ലോ ആൽക്കോളിക് ബിവറേജ് വേണോ, അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ തന്നെ വേണോ, അല്ലെങ്കിൽ ബാറുകൾ തന്നെ വേണോ, എന്ത് വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് UDF-ന്റെ മദ്യനയമാണ്. കോൺഗ്രസിൽ ചർച്ച ചെയ്യും, എന്നിട്ട് UDF-ൽ ചർച്ച ചെയ്യും, ഇന്ന് തീരുമാനിക്കപ്പെടുന്ന നയമാണ്. ആ നയത്തിനനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. എന്റെ തീരുമാനം വ്യക്തിപരമായ തീരുമാനങ്ങൾക്കോ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ പ്രസക്തിയില്ല. UDF മദ്യനയം വരട്ടെ, മദ്യനയം വന്നതിന് ശേഷം ഞങ്ങൾ അതനുസരിച്ച് മുഖ്യമന്ത്രിക്ക് ബെക്കാഡിയുടെ മണമെന്നൊക്കെയാണ് പറയുന്നത്. ആർക്കാ? പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ബെക്കാഡിയുടെ മണമെന്നാണ്. ഇവർക്ക് ബെക്കാഡിയുടെ മാത്രമല്ല, ജോണി വാക്കറിന്റെ മണം. ഇവിടെ മുഖ്യമന്ത്രിക്കല്ല ബെക്കാഡിയുടെ മണം. ഈ ജോണി വാക്കറൊക്കെ തുടങ്ങിയ വിദേശ മദ്യ ഐറ്റംസിന് 86% മാത്രം നികുതി, 251% ഫോറിൻ ലിക്കറിന് നികുതി ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് 86%. ഇപ്പൊ നാട്ടുകാർ എതിർത്തപ്പോൾ 116% ഫിക്സ് ചെയ്തവരാ. അപ്പൊ ഇവർക്കൊക്കെ ഇനി ഏതിന്റെയൊക്കെ മണമുണ്ട്? ഇവർക്ക് എല്ലാ ബാറുകളുടെയും മണമുണ്ട്. സംസ്ഥാനത്ത് നിൽക്കുന്ന 929 ബാർ മാത്രം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് 917 ബാർ കൊടുത്തതിൽ എല്ലാ ബാറിന്റെയും മണം
ഈ LDF പക്ഷത്താണ്. അത് ജോണി വാക്കറിന്റെ മണം ഇവർക്കാണ്. ആർമി ക്യാന്റീനിൽ കൊടുത്തിരിക്കുന്ന ബെക്കാടി ഉൾപ്പെടെയുള്ള എല്ലാത്തിന്റെയും മണവും അവർക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവർ മണത്തിന്റെ കാര്യം ഇങ്ങോട്ട് പറയണ്ട. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മദ്യവിൽപ്പന വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കേണ്ടത് UDF-ന്റെ കോൺഗ്രസിന്റെയും UDF-ന്റെയും നയം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രവർത്തിക്കേണ്ട സംസ്ഥാനത്തെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ജനപ്രതിനിധിയായതും സംസ്ഥാനത്ത് എക്സൈസ് മന്ത്രി ആയതും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യം മുന്നോട്ട് വെച്ചൊരു പ്രകടന പത്രിക ഉൾപ്പെടെ മുന്നോട്ട് വെച്ച് അതിനനുകൂലമായി ജനം വോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ എന്നെ നയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയം രൂപീകരിക്കപ്പെട്ട ആ നയത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഭരണഘടനയും ഇവിടെ അംഗീകരിക്കപ്പെടുന്ന നയവുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ KCBC അടക്കമുള്ള മതസാമുദായിക സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അത് UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു മദ്യനയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു എതിർപ്പ് കൂടി കാണേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളതാണ്. എല്ലാ ജനവിഭാഗങ്ങളുടെ അഭിപ്രായം കേൾക്കും. അതില് പിന്നെ വിവിധ മതസംഘടനകളുണ്ട്, വിവിധ സമുദായ സംഘടനകളുണ്ട്, മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുണ്ട്, മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളുണ്ട്, ബാർ ഉടമകളുണ്ട്, അല്ലെങ്കിൽ കള്ളുഷാപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തൊഴിലാളി. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ടൂറിസം ഇൻഡസ്ട്രി ഉണ്ട്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് സമ്പൂർണ്ണമായി ബാലൻസ് ചെയ്യുന്ന സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള അതേസമയത്ത് തന്നെ കേരളത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഭാവി കേരളത്തെ മുന്നെടുക്കുന്ന ഒരു നയമായിരിക്കും മുന്നോട്ട് വരാൻ പോകുന്നത്. അത് എന്റെ വ്യക്തിപരമായ നയമല്ല, അതൊരു മുന്നണിയുടെ നയമാണ്. ആ നയം സംരക്ഷിക്കുക നടപ്പിലാക്കുക എന്നുള്ളതാണ് എക്സൈസ് മന്ത്രി എന്ന നിലയിൽ എന്നെ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല.